CBSE +2 പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സാങ്കേതിക പിഴവ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. വെബ്സൈറ്റിലെ തകരാറ് കാരണം ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകുമെന്നും സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും CBSE അറിയിച്ചു. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കുൾപ്പെടെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇടപെട്ടത്. സാങ്കേതിക പിഴവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ നേരിട്ട ബുദ്ധിമുട്ട് സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു. പ്രാഥമിക അന്വേഷണം നടത്തി നിലവിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്കെതിരെയും നടപടി സ്വീകരിച്ചേക്കും. പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പ് എടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനിടെയാണ് വെബ്സൈറ്റിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടത്. ഫീസിനത്തിലും ലഭിച്ച ഉത്തരക്കടലാസിന്റെ പകർപ്പിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. 2 ദിവസത്തിനുള്ളിൽ സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കുമെന്നും പുനർമൂല്യനിർണ്ണയത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ടാകുമെന്നും CBSE അറിയിച്ചു. വെബ്സൈറ്റിലെ തകരാർ മൂലം അധികമായി ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.